ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. സമാധാനം, സൗഭാഗ്യം. പ്രിയപ്പെട്ടവരെ, നമ്മളിപ്പോൾ നിൽക്കുന്നത് ലാറ്ററൻ ബസിലിക്കയുടെ മുൻപിലാണ്. ലാറ്ററൻ ബസിലിക്ക 1200-കളിൽ വിശുദ്ധ ഫ്രാൻസിസ് അസീസിക്ക് തനിക്ക് ഒരു ദർശനമുണ്ടാവുകയും അങ്ങനെ പുതിയൊരു സഭ സ്ഥാപിക്കുവാനായിട്ട് അദ്ദേഹം തീരുമാനിക്കുകയും ചെയ്തപ്പോൾ അദ്ദേഹത്തിൻ്റെ നിയമാവലിക്കുള്ള അംഗീകാരം ലഭിക്കുവാനായിട്ട് അന്ന് അദ്ദേഹം ഈ ബസിലിക്കയിൽ വരികയും അന്നത്തെ മാർപ്പാപ്പയോട് തൻ്റെ ആവശ്യം ഉണർത്തിക്കുകയും ചെയ്തു. എന്നാൽ ആ മാർപ്പാപ്പ എന്ന് പറഞ്ഞത് താൻ പോയി വല്ല പന്നികളോടും പ്രസംഗിക്കുക എന്നായിരുന്നു. അപ്പോൾ അത് അക്ഷരം പ്രതി അനുസരിച്ചുകൊണ്ട് പന്നികളോട് പ്രസംഗിക്കാൻ പോവുകയായിരുന്നു വിശുദ്ധ ഫ്രാൻസിസ് അസീസി. അന്ന് രാത്രി മാർപ്പാപ്പയ്ക്ക് ഒരു ദർശനമുണ്ടാവുകയും ആ ദർശനത്തിൽ ലാറ്ററൻ ബസിലിക്ക തകർന്നു വീഴുന്നതായിട്ടും ആ തകർന്നു വീണുകൊണ്ടിരിക്കുന്ന ലാറ്ററൻ ബസിലിക്കയെ തൻ്റെ ചുമലുകൊണ്ട് താങ്ങി നിർത്തുന്നതുമായ ഫ്രാൻസിസ് അസീസിയാണ് അദ്ദേഹം കാണുക. പിന്നീട് ഫ്രാൻസിസ് അസീസിയെ അദ്ദേഹം തിരിച്ചു വിളിക്കുന്നു, അദ്ദേഹത്തിൻ്റെ നിയമാവലിക്ക് അംഗീകാരം കൊടുക്കുന്നു. ഇതാണ് ഫ്രാൻസിസ്കൻ സഭയും ലാറ്ററൻ ബസിലിക്കയുമായുള്ള ഒരു ബന്ധം. 1210 ഫ്രാൻസിസ് അന്ന് ഇവിടെ വന്നതിൻ്റെ ഒരു ഓർമ്മയായിട്ട് അതിമനോഹരമായ ഒരു സ്റ്റാച്ചു ഇവിടെ സ്ഥാപിച്ചിട്ടുണ്ട്. ഈ വർഷം നമ്മളെ സംബന്ധിച്ച് ഫ്രാൻസിസ് അസീസിയുടെ മരണത്തിൻ്റെ 800-ാം വർഷമാണ്. ഈ ഒരു വർഷത്തിൻ്റെ പ്രത്യേകത, നമ്മുടെ പ്രിയപ്പെട്ട ലിയോ മാർപ്പാപ്പ ഈ ഒരു വർഷത്തെ ജൂബിലി വർഷമായിട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അതിനോടനുബന്ധിച്ച് ഔദ്യോഗികമായി പൂർണ്ണ ദണ്ഡവിമോചനവും പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അതായത് വിശുദ്ധ ഫ്രാൻസിസിൻ്റെ നാമധേയത്തിലുള്ള എല്ലാ കത്തോലിക്ക ദേവാലയങ്ങളിലും അതേപോലെ ഫ്രാൻസിസ്കൻ ആശ്രമങ്ങളിലെ ദേവാലയങ്ങളിലും പോയി പ്രാർത്ഥിച്ച് കുമ്പസാരിച്ച് വിശുദ്ധ കുർബാന കൈക്കൊള്ളുകയും മാർപ്പാപ്പയുടെ ഇൻറ്റൻഷന് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നവർക്കാണ് ഈ അനുഗ്രഹം. എന്തുകൊണ്ടാണ് ഈ ദണ്ഡവിമോചനം എന്ന് കൊടുക്കുന്നതിൻ്റെ ഒരു കാരണം, ഏറ്റവും കൂടുതൽ ദൈവവുമായിട്ട് അനുരഞ്ജനപ്പെട്ട ഒരു ജീവിതവും വ്യക്തിത്വവുമായിരുന്നു ഫ്രാൻസിസിൻ്റെ. ആ ഒരു അനുഗ്രഹത്തിൻ്റെ ഈ കാലഘട്ടത്തിലെ മനുഷ്യർക്ക് സംലഭ്യമാക്കുക എന്നുള്ളതാണ് ഈ ഒരു ദണ്ഡവിമോചനം കൊണ്ട് ലക്ഷ്യം വെക്കുന്നത്. അതുകൊണ്ട് പള്ളിയിൽ കയറുക മാത്രമല്ല, പ്രാർത്ഥിക്കുക, അനുരഞ്ജനപ്പെടുക, വിശുദ്ധ കുർബാന സ്വീകരിക്കുക. ഇതിലൂടെയാണ് ദൈവവുമായിട്ട് നമ്മുടെ പൂർണ്ണ ദണ്ഡവിമോചനം നേടിയെടുക്കാൻ സാധിക്കുക. ലിയോ മാർപ്പാപ്പ ഈ ഒരു കാലഘട്ടത്തിൽ നമ്മളോട് ആവശ്യപ്പെടുന്ന ആ ഒരു പ്രഖ്യാപനത്തിൽ ഔദ്യോഗികമായ രേഖയിൽ അദ്ദേഹം പറയുക 2 കാര്യങ്ങളാണ്. ഒന്ന്, നിങ്ങൾ ആത്മീയമായി നിങ്ങൾ നവീകരിക്കപ്പെട്ടവരാകുക ഫ്രാൻസിസിനെ പോലെ. രണ്ടാമതായിട്ട് ഉപവിപ്രവർത്തനം വഴിയും ക്രിസ്തുവിനോട്, ക്രൂശിതനായ ക്രിസ്തുവിനുള്ള സ്നേഹം വഴിയും നിങ്ങൾ ഫ്രാൻസിസിനെ പോലെ അനുരൂപരാവുക. അതോടൊപ്പം തന്നെ ഈ കാലഘട്ടത്തിൻ്റെ പ്രശ്നങ്ങൾക്ക് ക്രിസ്തീയമായ രീതിയിൽ നിങ്ങളൊരു പ്രതികരണം കൊടുക്കുക. വളരെ ക്രിയാത്മകമായ രീതിയിൽ ഈ കാലഘട്ടത്തിൻ്റെ പ്രശ്നങ്ങൾ അദ്ദേഹം അക്കമിട്ട് പറയുന്നുണ്ട്. ഒന്ന്, നടക്കുന്ന യുദ്ധങ്ങൾ, ഒറ്റപ്പെടുന്ന വ്യക്തികൾ, അകലപ്പെടുന്ന കുടുംബങ്ങൾ, ഇവിടെയെല്ലാം ക്രിസ്തു സ്നേഹത്താൽ നിറയുമ്പോൾ മാത്രമേ യഥാർത്ഥ സമാധാനം നമുക്ക് ലഭിക്കാൻ സാധിക്കുകയുള്ളൂ. ഈ സമാധാനം ക്രിസ്തു നമുക്ക് നൽകുന്ന ഏറ്റവും വലിയ സമ്മാനമാണ്. ഈ ഒരു വർഷത്തിൽ ഈ ദണ്ഡവിമോചനം വരുന്നതോടുകൂടി ഫ്രാൻസിസിനെ വീണ്ടും ഒരിക്കൽ കൂടി സഭയെ പുനരുദ്ധരിക്കുന്ന ഒരു ദൗത്യത്തിലേക്ക് ഫ്രാൻസിസിന്റെ സഹായം ലിയോ മാർപ്പാപ്പ അപേക്ഷിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, വിശുദ്ധ ഫ്രാൻസിസിന്റെ ജീവിതത്തിന്റെ നവീകരണത്തിന്റെ ആരംഭത്തിൽ 2 സുപ്രധാന സംഭവങ്ങളുണ്ട്. ഒന്ന്, ഫ്രാൻസിസ് സാൻ ദമിയാനോ ദേവാലയത്തിലെ ക്രൂശിത രൂപത്തിന് മുമ്പിൽ പ്രാർത്ഥിക്കുന്നതാണ്. രണ്ടാമത്തേത്, ഒരു കുഷ്ഠരോഗിയെ സന്ദർശിക്കുന്നതാണ്. ഈ 2 സംഭവങ്ങൾ ഫ്രാൻസിസിന്റെ ജീവിതത്തിന്റെ പ്രധാന മുഹൂർത്തങ്ങളാണ്. ഒരു വിശുദ്ധനെ 2-ാം ക്രിസ്തു എന്ന് വളരെ പോപ്പുലറായിട്ട് വിളിക്കപ്പെടാൻ കാരണം ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്. അത്രമാത്രം ഉയർന്ന ഒരു ലെവലിലേക്ക് നമുക്ക് 2-ാം ക്രിസ്തു എന്നൊക്കെ പറയുമ്പോൾ എത്രയോ ഉയർന്ന ഒരു തലത്തിലാണത്. അത് നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ ഫ്രാൻസിസിന്റെ ജീവിതവും അദ്ദേഹത്തിൻ്റെ സ്വാധീനവും വളരെ പ്രധാനപ്പെട്ടതാണ്. ഇപ്പോൾ ഇറ്റലിയിലോ അല്ലെങ്കിൽ യൂറോപ്പിലോ ലോകത്തിൽ എവിടെ നമ്മൾ അന്വേഷിച്ചാലും ഇത്രമാത്രം സെക്കുലർ ലോകം അംഗീകരിച്ചൊരു വിശുദ്ധൻ, ഏതൊരു കാലഘട്ടത്തിലും ഏത് പ്രതിസന്ധിക്കും അതിന് സുവിശേഷ അധിഷ്ഠിതമായ ഒരു സസ്റ്റൈനബിൾ സൊല്യൂഷൻ നൽകിയൊരു വ്യക്തി. ഉദാഹരണം പറഞ്ഞാൽ ഫ്രാൻസിസിന്റെ ജീവിതത്തിൽ ഏറ്റവും അതിൻ്റെ കോർ എന്ന് പറയുന്നത് ക്രിസ്തുവിനോടുള്ള, ക്രൂശിതനായ ക്രിസ്തുവിനോടുള്ള സ്നേഹമായിരുന്നു. അതെങ്ങനെ അദ്ദേഹം ജീവിച്ചു എന്ന് ചോദിച്ചാൽ
അത് സുവിശേഷാത്മക സാഹോദര്യത്തിലായിരുന്നു. കർത്താവിൻ്റെ സുവിശേഷത്തെ ജീവിതത്തിൻ്റെ നിയമമാക്കി അദ്ദേഹം മാറ്റി. അതോടൊപ്പം തന്നെ സാഹോദര്യത്തിന് വളരെയധികം പ്രാധാന്യം കൊടുത്തു. അതൊരു സാഹോദര്യം എന്ന് പറഞ്ഞാൽ അത് വെറും ഒരു സമൂഹ ജീവിതം മാത്രമല്ല, വെറുതെ ഒരു സമൂഹ ജീവിതമായിരുന്നില്ല, മറിച്ച് വിനയത്തിൽ അധിഷ്ഠിതമായി അദ്ദേഹം പറയുന്നുണ്ട്, എല്ലാവർക്കും നിങ്ങൾ വിധേയരായിരിക്കുക, മൈനോറിറ്റി അല്ലെങ്കിൽ ദാസ്യഭാവത്തിൽ സഹോദരങ്ങളെ കാണുക, അധികാരത്തിൻ്റെ ഒരു സ്പർശനവുമില്ലാതെ മറ്റുള്ളവരെ ശുശ്രൂഷിക്കുക, അതോടൊപ്പം തന്നെ ഒരമ്മയുടെ മാതൃത്വ ഭാവത്തോടുകൂടി സഹോദരങ്ങൾക്ക് ആവശ്യമുള്ളപ്പോൾ അവരോടൊപ്പമായിരിക്കുക. ഈ രണ്ട് ഭാവങ്ങളും ഉൾച്ചേർത്ത് അതിനെ ആത്മീയതയിൽ നിറച്ചുകൊണ്ടാണ് ഫ്രാൻസിസ് ജീവിച്ചത്. അങ്ങനെ വ്യക്തിതലത്തിൽ ക്രിസ്തുവിനെ പോലെ തന്നെയായി, അതോടൊപ്പം തന്നെ ആ ഒരു അനുഭവിച്ച ക്രിസ്തുവിനെ അദ്ദേഹം ലോകത്തിന് വേണ്ടി ജീവിച്ചു. അതോടൊപ്പം തന്നെ വളരെ ക്രിയാത്മകമായിട്ട് സാഹചര്യങ്ങളിൽ ഇടപെട്ടു. ക്രിസ്തു സാക്ഷ്യം വഹിച്ചതുപോലെ തന്നെ സമൂഹത്തിൽ അന്ന് അദ്ദേഹം എങ്ങനെ നിലകൊണ്ടു ക്രിസ്തു, അതേ രൂപത്തിൽ ഫ്രാൻസിസ് തൻ്റെ കാലഘട്ടത്തിൽ സംവിധാനങ്ങൾക്കും എല്ലാം വിപ്ലവകാരിയായിരുന്നു അദ്ദേഹം. പക്ഷേ അദ്ദേഹം ഒരു ആക്രോശിക്കുന്ന വിപ്ലവകാരിയായിരുന്നില്ല, മറിച്ച് സ്വന്തം ജീവിതത്തെ മാറ്റിമറിച്ചുകൊണ്ട് അതോടൊപ്പം തന്നെ എവിടെയൊക്കെ പ്രതിസന്ധി ഉണ്ടായോ അവിടെയെല്ലാം അദ്ദേഹം അവിടെ ഇടപെട്ടു. ഉദാഹരണത്തിന് അദ്ദേഹത്തിൻ്റെ സമാധാന പ്രവർത്തനങ്ങളെക്കുറിച്ച് ഇന്ന് ലോകം മുഴുവൻ വാഴ്ത്തുന്നതാണ്. അപ്പം ഈ കാലഘട്ടത്തിൽ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത് നിരന്തരമായി ഇത് തന്നെയാണ്. ഫ്രാൻസിസിന്റെ ജീവിതത്തിൽ നമ്മൾ നോക്കുമ്പോൾ അന്ന് നമ്മൾ കാണുന്നത്, അദ്ദേഹം അരേച്ചോ എന്ന പട്ടണത്തിൽ അക്രമമുണ്ടെന്ന് അറിയുന്നു. ഉടനെ അദ്ദേഹം 2 സഹോദരന്മാരെ വിടുന്നു. പിറ്റേ ദിവസം അദ്ദേഹം അവിടെ പോയി അവരുടെ റെക്കൺസിലിയേഷനെ കുറിച്ച് പ്രസംഗിക്കുന്നു. ബൊളോഞ്ഞായിൽ സമൂഹത്തിൽ വളരെ സംഘർഷങ്ങൾ നിലനിൽക്കുകയാണ്, തകർന്ന അവസ്ഥയാണ്. രോഗിയായിട്ടും ഫ്രാൻസിസ് നേരെ അവിടെ എത്തുകയാണ്. പിറ്റേ ദിവസം അവിടെ എല്ലാവരെയും വിളിച്ചുകൂട്ടി ഒരു സമാധാനത്തിൻ്റെ അന്തരീക്ഷം ഉണ്ടാക്കുന്നു. നമുക്കറിയാം, ഏറ്റവും പ്രസിദ്ധമാണ് 1219 ഫ്രാൻസിസ് ആഫ്രിക്കയിലേക്ക് പോകുന്നത്. തൻ്റെ സഭയുടെ ഉത്തരവാദിത്തം മുഴുവൻ മറ്റ് സഹോദരങ്ങൾ ഏൽപ്പിച്ച് ഒരുപക്ഷെ ഞാൻ തിരിച്ചു വരികയില്ല എന്നുള്ളൊരു ചിന്തയോടുകൂടിയാണ് അദ്ദേഹം ദമ്യത്തായിലേക്ക് പോകുന്നത്. അവിടെ 5ാം കുരിശുയുദ്ധം നടക്കുകയാണ് സഭയുടെ നേതൃത്വത്തിൽ തന്നെ. ആ കുരിശുയുദ്ധത്തിന് നടുക്ക് ദമ്യത്ത എന്ന പട്ടണത്തിൽ 6000 പടയാളികൾ കൊല്ലപ്പെടുന്നു. ഇറ്റലിയിൽ നിന്നെല്ലാം പോയത്. അവിടെ അദ്ദേഹം സമാധാനത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ പോകുന്നു. അദ്ദേഹം മാലിക് അൽ കമീൽ എന്ന് പറയുന്ന സുൽത്താനുമായിട്ട് സംസാരിക്കുന്നു. ഇനിയും ഇതെല്ലാം കഴിഞ്ഞ് ഏറ്റവും അവസാനം രോഗിയായി 1224 മരണക്കിടക്കയിലാണ്. മരിക്കാൻ തോന്നുന്ന അവസരത്തിൽ അദ്ദേഹം പെട്ടെന്ന് തിരിച്ചറിയുന്നു, അസീസി പട്ടണത്തിൽ വലിയ സംഘർഷം നടക്കുകയാണ്. മെത്രാന്റെ നേതൃത്വത്തിലുള്ള ഒരു സൈനിക സംവിധാനവും മേയറുടെ നേതൃത്വത്തിലുള്ള സൈനിക സംവിധാനം നമ്മൾ യുദ്ധം നടക്കുകയാണ്. ഫ്രാൻസിസ് ഉടനെ 2 സഹോദരന്മാരെ പറഞ്ഞു വിടുന്നു. എന്നിട്ട് അദ്ദേഹത്തിൻ്റെ സുപ്രസിദ്ധമായ, നമുക്കറിയാം, ഇറ്റലിയിലെ എഴുതപ്പെട്ടിരിക്കുന്ന ആദ്യത്തെ പോയമെന്ന് ഇന്ന് അറിയപ്പെടുന്നത് ഫ്രാൻസിസിൻ്റെ പ്രകൃതിയോടുള്ള ലൗദാത്തോ സി എന്നുള്ള സുപ്രസിദ്ധമായ ഗാനമാണ്. അതിൻ്റെ അവസാനത്തിൽ അദ്ദേഹം ഒരു സ്റ്റാൻസ, ഒരു ഖണ്ഡിക എഴുതി ചേർക്കാൻ ആവശ്യപ്പെടുകയാണ്. അത് അനുരഞ്ജനത്തെക്കുറിച്ചാണ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, തൻ്റെ ജീവിതത്തിൻ്റെ അവസാനം വരെ അദ്ദേഹം കൊടുത്ത സമാധാനം ക്രിസ്തുവിൻ്റെ സമാധാനമാണ്, അനുരഞ്ജനത്തിൻ്റെ സമാധാനമായിരുന്നു. അപ്പം ഈ ഒരു സന്ദേശമാണ് ഇന്ന് ലിയോ മാർപ്പാപ്പ നമ്മളോടും ആവശ്യപ്പെടുന്നത്. ഈ ഫ്രാൻസിസ് അസീസിയുടെ 800-ാം വർഷം ആഘോഷിക്കുമ്പോൾ നമ്മൾ ആഴപ്പെടേണ്ടത് ക്രിസ്തുവിൻ്റെ, ക്രൂശിതനായ ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നമ്മൾ ജീവിക്കേണ്ടത് ഈ സാഹോദര്യത്തിലും അനുരഞ്ജനത്തിലും, അത് സർവ്വചരാചരങ്ങളുമായിട്ട് ഒന്നിക്കുക. അങ്ങനെ ഒരു സമഗ്രമായ സന്തോഷം നിറഞ്ഞ ഒരു ജീവിതം, ഇതാണ് ഫ്രാൻസിസ് അസീസിയുടെ ജീവിതം നമുക്ക് നൽകുന്ന ഏറ്റവും വലിയ മാതൃക. 800-ാം വർഷം ആഘോഷിക്കുന്ന ഈ അവസരത്തിൽ തീർച്ചയായിട്ടും ഈ നല്ല പാഠങ്ങൾ ഞാൻ ഒന്നുകൂടി ചുരുക്കുകയാണ്. 1, ഫ്രാൻസിസ് ക്രിസ്തുവിനെ സ്നേഹിച്ചതുപോലെ ക്രൂശിതനും ദരിദ്രനുമായി ക്രിസ്തുവിനെ സ്നേഹിക്കുക. 2, അധികാരത്തിൻ്റെ രീതിയിൽ നിന്ന് മാറി സഹോദരങ്ങളെ ശുശ്രൂഷിക്കുന്ന വിനയത്തിൻ്റെ സാഹോദര്യം, അത് കുടുംബത്തിലും സമൂഹത്തിലും വ്യക്തിതലത്തിലും ജീവിക്കാൻ ശ്രമിക്കുക. 3, നമ്മൾ അനുഭവിക്കുന്ന സ്നേഹവും ആ സമാധാനവും ലോകത്തിന് മുഴുവൻ കൊടുക്കുക. നമ്മുടെ സംഘർഷങ്ങളും നമ്മുടെ വ്യക്തിതലത്തിലും അതുപോലെ സാമൂഹ്യ തലത്തിലും രൂപതാതലത്തിലുള്ള പ്രതിസന്ധികളിലൂടെ. പക്ഷെ ഇവിടെയെല്ലാം ഫ്രാൻസിസ് നമുക്ക് നൽകുന്നത് അതിമഹത്തായൊരു പാഠമാണ്. വിശുദ്ധ കുർബാനയിൽ ജീവിക്കുന്ന ക്രിസ്തുവിനെ കണ്ടെത്തുക. കുരിശിലെ ക്രൂശിതനും വിനീതനും ദരിദ്രനുമായി ക്രിസ്തുവിനെ കണ്ടെത്തുക. വിശുദ്ധ കുർബാനയിൽ ഒറ്റപ്പെട്ട് ക്രിസ്തുവിനെ കണ്ടെത്തുക. ഇതിലൂടെയാണ് നമ്മൾ ഇന്ന് ഫ്രാൻസിസിൻ്റെ ഈ ചൈതന്യത്തിൽ
വളർന്നുകൊണ്ടും സഭയെ പുനരുദ്ധരിക്കേണ്ടതും ഇത് ഓരോ ക്രിസ്ത്യാനിയുടെയും ദൗത്യമാണ്. ഈ 800-ാം വർഷം ആഘോഷിക്കുമ്പോൾ ഇവിടെ ലിയോ മാർപ്പാപ്പ വളരെ സുന്ദരമായൊരു പ്രാർത്ഥന നൽകുന്നുണ്ട്. വിശുദ്ധ ഫ്രാൻസിസെ, 800 വർഷം മുമ്പ് നിറഞ്ഞ സമാധാനത്തോടെ സഹോദരി മരണത്തെ പുൽകി അങ്ങ് കർത്താവിൻ്റെ മുമ്പിൽ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. അങ്ങ് യഥാർത്ഥ സമാധാനം സാൻ ദാമ്യാനോയിലെ ക്രൂശിത രൂപത്തിൽ ദർശിച്ചു. വിഭാഗീയതയുടെ എല്ലാ മതിലുകളെയും തകർക്കുകയും യഥാർത്ഥ അനുരഞ്ജനത്തിൻ്റെ ഉറവിടവുമായ ക്രിസ്തുവിനെ അന്വേഷിക്കുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. നിരായുധനായി യുദ്ധമുഖങ്ങളെ അഭിമുഖീകരിക്കുകയും തെറ്റിദ്ധാരണകളെ അതിജീവിക്കുകയും ചെയ്ത അങ്ങ് ലോകം മതിലുകൾ തീർക്കുന്ന ഈ കാലഘട്ടത്തിൽ സൗഹൃദത്തിൻ്റെ പാലങ്ങൾ പണിയുവാൻ ഞങ്ങൾക്ക് ശക്തി പ്രദാനം ചെയ്യണമേ. സംഘർഷങ്ങൾ കൊണ്ടും വിഭാഗീയതകൾ കൊണ്ടും കഷ്ടപ്പെടുന്ന ഈ കാലഘട്ടത്തിൽ നിരായുധരും നിരായുധീകരിക്കുന്നവരുമായി ഞങ്ങളെ അങ്ങ് മാറ്റണമേ. ക്രിസ്തുവിൻ്റെ യഥാർത്ഥ സമാധാനം ഏവർക്കും പ്രദാനം ചെയ്യുവാൻ ഞങ്ങൾക്ക് കൃപ നൽകണമേ. ആമേൻ.